വേൾഡ് വാർ ഹൾക്ക് ഈ അടുത്ത കാലത്ത് എങ്ങാനും നടക്കുമെന്ന് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും. കാരണം MCUവിൽ നമ്മുടെ ഹൾക്കിനെ ഒരു കുണുവാവനെ പോലെ കണ്ട് ഹൾക്ക് ഫാൻസ് എല്ലാവരും മടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇൻസൈഡേഴ്സ് റിപ്പോർട്ടേഴ്സ് അനുസരിച്ചിട്ട് ഇറ്റ്സ് ഹാപ്പനിങ് ഗൈസ്. അതായത് വേൾഡ് വാർ ഹൾക്കിൻ്റെ അത് മൊത്തം പടത്തിന് തന്നെ പ്രീ പ്രൊഡക്ഷൻ 2025, അതായത് ഈ വർഷം എൻഡിൽ തന്നെ തുടങ്ങുന്നു ഓൾമോസ്റ്റ് ഇപ്പോൾ കൺഫേം ആയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ MCU ഉള്ള സിറ്റുവേഷനും എക്സാക്ട് നമ്മുടെ വേൾഡ് വാർ ഹൾക്കിന് പറ്റിയ ടൈമാണ്. കാരണം വേൾഡ് വാർ ഹൾക്ക് സെറ്റ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഇപ്പോൾ ഓൾറെഡി സെറ്റായിട്ടുണ്ട്. കാരണം വേൾഡ് വാർ ഹൾക്ക് നടക്കുന്ന ടൈമിൽ നമ്മുടെ തോറ് നമ്മുടെ എർത്തിലുണ്ടാവില്ല, പുള്ളി ഓഫ് വേൾഡ് ആയിരിക്കും. ഇപ്പം അങ്ങനെ തന്നെയാണ് നമ്മുടെ തോറ് എർത്തിലില്ല, വേറെ എവിടെയാണുള്ളത്. അതേപോലെ തന്നെ സെൻട്രി ആയിരിക്കും ഇവിടെ ഹൾക്കിനെ എതിർക്കാൻ വേണ്ടിയിട്ട്. വേറെ ആർക്കും ഹൾക്കിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സെൻട്രി ആയിരിക്കും പുള്ളിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അങ്ങനെ ഇപ്പോൾ തണ്ടർബോൾട്സ് പടത്തിലൂടെ സെൻട്രിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. തണ്ടർബോൾട്സ് പടം തന്നെ എൻഡ് ചെയ്യാൻ പോകുന്നത് വേൾഡ് വാർ ഹൾക്കിലേക്ക് ഒരു ലീഡ് കൊടുത്തുകൊണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ലീക്സൊക്കെ. ചിലപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ടായിരിക്കും നമ്മുടെ റെഡ് ഹൾക്കിനെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ. ചിലപ്പോൾ ഈ പുള്ളിക്കും എന്തെങ്കിലുമൊക്കെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവും വേൾഡ് വാർ ഹൾക്കിൽ. പക്ഷേ കോമിക്കിൽ വെച്ച് നോക്കുകയാണെങ്കിൽ വേൾഡ് വാർ ഹൾക്കിൽ നമ്മുടെ റെഡ് ഹൾക്കിന് ഒരു റോളും ഇല്ല. ഒരു റോളെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിനാരും കാണാൻ പോലും ഇല്ല. പിന്നെ ഇതിന് മുമ്പ് ചെറിയ ഹിൻ്റൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അതായത് വേൾഡ് വാർ ഹൾക്ക് ഹൾക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു പടം വരാൻ പോകുന്നു, അത് ചിലപ്പോൾ വേൾഡ് വാർ ഹൾക്കായിരിക്കും എന്നൊക്കെ നമ്മൾ ഓൾറെഡി കൺഫേം ചെയ്തിട്ടുള്ള കാര്യമാണ്. ഷീ ഹൾക്കിൽ തന്നെ കോമഡി ആയിട്ടായിരിക്കും, പക്ഷേ എന്നാലും അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും. അതായത് നമ്മുടെ ഷീ ഹൾക്കിലെ ജെനിഫർ ആ കെവിൻ ഫെയ്ഗി എന്ന് പറഞ്ഞ റോബർട്ടിനോട് സംസാരിക്കുമ്പോൾ ഹൾക്ക് സക്കാറിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ വേണ്ടി വരുമ്പോൾ അത് പറയേണ്ട, അത് സേവ് ഇറ്റ് ഫോർ ദ മൂവി എന്ന് പറയുന്നുണ്ട്. Is supposed to return to explain what he was doing. No, we don't need to hear any of that. But we were going to introduce. Save it for the movie. അതായത് ഹൾക്കിൻ്റെ ഒരു പടം വരുമ്പോൾ അതിൽ പറയാൻ വേണ്ടിയിട്ട്. സോ സക്കാറിൽ പുള്ളി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അതാണ് വേൾഡ് വാർ ഹൾക്കിൻ്റെ സ്റ്റോറി ലൈൻ തന്നെ. അതിനുശേഷം ഷീ ഹൾക്കിൻ്റെ എൻഡിൽ സ്കാർ എന്ന് പറഞ്ഞിട്ട് ഹൾക്കിന് ഒരു മകനുള്ള പോലെയൊക്കെ കാണിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ പുള്ളിക്ക് ഒരു മകനൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ സക്കാറിൽ പുള്ളി ഉള്ള ടൈമിലാണ് പുള്ളിക്ക് സംഭവിക്കുന്നത്. സോ എവറിത്തിങ് ഈസ് പെർഫെക്റ്റ് ഫോർ ദ വേൾഡ് വാർ ഹൾക്ക് നൗ. ഇത്രയും കാലം നമ്മുടെ ഹൾക്കിനെ ബേസ് ചെയ്തിട്ട് ഹൾക്കിനെ ഓവർ പവർഫുൾ ആയിട്ടൊരു സോളോ മൂവി ഒന്നും വരാത്തിരുന്നതിൻ്റെ കാരണം തന്നെ മെയിനായിട്ട് മാർവലിൻ്റെ കയ്യിലല്ലായിരുന്നു ഈ ഹൾക്കിൻ്റെ റൈറ്റ്സ്. അതായത് സ്പൈഡർമാനെ പോലെ തന്നെ യൂണിവേഴ്സലിൻ്റെ കയ്യിലായിരുന്നു ഹൾക്കിൻ്റെ റൈറ്റ്സ് ഉണ്ടായിരുന്നത്, അതായത് മൂവി റൈറ്റ്സ്. ഇപ്പോൾ ഓഫ് കോഴ്സ് എല്ലാം നമ്മുടെ ഡിസ്നിയുടെ കയ്യിൽ തന്നെ വന്നു. എല്ലാം ഇപ്പോൾ മാർവലിൻ്റെ തന്നെയാണ്. ഓൾറെഡി വരുന്ന ലീക്സൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ഈ വർഷം എൻഡിൽ തന്നെ വേൾഡ് വാർ ഹൾക്കിൻ്റെ പ്രീ പ്രൊഡക്ഷൻസ് ഒക്കെ കിട്ടും. മാത്രമല്ല എന്തായാലും ഇങ്ങനെ നടക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ഹൾക്കിന് ഒരു മേജർ റോള് ഡൂംസ്ഡേയിലുള്ളതുപോലെ ചില കൺസെപ്റ്റ് ആർട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ അത് ഈ വേൾഡ് വാർ ഹൾക്ക് നടന്നതിൻ്റെയൊക്കെ ശേഷമായിരിക്കാം. അത് ഹൾക്ക് പുള്ളിയുടെ പ്രൊഫസർ ഹൾക്കിൻ്റെ ഫോമിൽ നിന്ന് മാറി ഹൾക്ക് ഫോമിലേക്കായി മാറിയതിന് ശേഷമായിരിക്കാം അതൊക്കെ ചിലപ്പോൾ നടക്കുന്നത്. കാരണം പുള്ളി അവിടെ ഒരു കിങ്ങിനെ പോലെ അവിടെ ഒരു സിവിലൈസേഷനെ ലീഡ് ചെയ്യുന്ന പോലെയൊക്കെ ആയിരിക്കും ആ ഒരു കൺസെപ്റ്റ് ആർട്ടിൽ കാണിച്ചിട്ടുണ്ടാവുക, പുള്ളിയുടെ മകനും ഉള്ളതുപോലെ. പിന്നെ ഇതിൽ മേജറായിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ ഇപ്പോൾ പ്രൊഫസർ ഹൾക്കിൻ്റെ കോലത്തിലുള്ള പുള്ളിനെ ഹൾക്കിൻ്റെ ആ വേൾഡ് ബ്രേക്കർ ഹൾക്കിൻ്റെ ഫോമിലേക്ക് എത്തിക്കും. കാരണം അത്രയ്ക്ക് ഇനി ഒരു ഇമോഷണൽ ഡാമേജ് ഉണ്ടായെങ്കിൽ മാത്രമേ പ്രൊഫസർ ഹൾക്കിൻ്റെ ക്യാരക്ടർ വിട്ടിട്ട് ഹൾക്ക് പുറത്തേക്ക് വരികയുള്ളൂ. സക്കാറിൽ നമ്മുടെ അവഞ്ചേഴ്സ് ചതിച്ചെന്ന് വിചാരിച്ചിട്ടാണ് ഹൾക്ക് അത്രയും പൊട്ടിത്തെറിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ ഇനി എന്താണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും.